നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടിൽ വെച്ച് പാർട്ടിക്കാരോട് അവള് മത്സരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും എന്റെ കണ്ണിൽ പൊടിയിട്ട് അവള് വീണ്ടും മത്സരിക്കാൻ തയ്യാറാകും തന്നെ എന്റെ വിശ്വാസം. അതിന് അവളുടെ കുടുംബക്കാര് മാത്രമല്ല, എന്റെ മക്കൾ എല്ലാവരും സപ്പോർട്ടാ. ഇല്ല ആന്റി, അത് ആന്റിയുടെ വെറും തോന്നല്. അനുപമയ്ക്ക് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്കാർ ആദ്യം അവളെ അന്വേഷിച്ച് വന്നപ്പോൾ തന്നെ അവള് സമ്മതിക്കുമായിരുന്നു. ആന്റി, അനുപമ ഒരിക്കലും ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നില്ല. പക്ഷേ അവളെ ആന്റി നിർബന്ധിച്ച് മത്സരത്തിനിറക്കണം. ഞാനോ? ഞാൻ അവളെ നിർബന്ധിച്ച് മത്സരത്തിനിറക്കണമെന്നോ? എന്തിന്? ആന്റി അവളെ കൈപിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് കൈവിടുകയായിരുന്നില്ലേ? അതേ നാണയത്തിൽ തന്നെ ആന്റി അവളോട് കണക്ക് തീർക്കണം. പക്ഷേ അവളെ മത്സരിക്കാൻ വിട്ടാ അവള് ജയിക്കും ഹർഷേ. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മത്സരിക്കാൻ അവള് തയ്യാറായി ഇറങ്ങിയ മാത്രം മതി ആന്റി. പക്ഷേ അവള് മത്സരിക്കരുത്. അനുപമയാണ് അടുത്ത സ്ഥാനാർത്ഥിയെന്ന് എല്ലാവരും അറിയണം. അവളുടെ കൂടെ ആന്റിയും പ്രചാരണത്തിന് ഇറങ്ങണം. പോസ്റ്ററും ബാനറും എല്ലാം പ്രദർശിപ്പിച്ചു തുടങ്ങണം. പക്ഷേ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അന്ന് അവക്കതിന് കഴിയാതിരിക്കാൻ വേണം. പക്ഷേ അതെങ്ങനെ സാധിക്കും ഹർഷേ? അവൾ ഒരുങ്ങി ഇറങ്ങിയാൽ എങ്ങനെയെങ്കിലും അത് കടിച്ചു തൂങ്ങി തന്നെ നിൽക്കും. അതിനുള്ള തന്റെയും ബുദ്ധിയും ഒക്കെ ഇപ്പൊ അവക്കുണ്ട്. അതിലും വലിയ ബുദ്ധി നമ്മളെ കാണിക്കും ആന്റി. അവളെ മുട്ടുകുത്തിക്കാൻ വേണ്ടി അവസാനത്തെ കൈപ്രയോഗത്തിനും ആന്റി തയ്യാറാണോ? ഞാൻ തയ്യാറാ ഹർഷേ. ഓ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അപമാനവും നിരാശയും നാളെ അവളും അനുഭവിക്കണം. അതിന് ഞാൻ എന്റെ ജീവൻ പണയം വെച്ചും എന്തും ചെയ്യും. എങ്കിൽ ആന്റി ജയിച്ചു. അനുപമയുടെ പതനം ഇന്നു മുതൽ തുടങ്ങാൻ പോവാ. സ്നേഹം ഭാവിച്ച് കൂടെ നിർത്തി ഒതുക്കാനായിരുന്നില്ലേ ആന്റിയുടെ ആദ്യത്തെ പ്ലാൻ? അത് തന്നെ ആന്റിക്ക് തുടരാം. ആദ്യം ആന്റി പോയി അവളെ മത്സരത്തിലിറക്ക്. അതിന് ആന്റിക്ക് സാധിച്ച പിന്നീട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ശരി.